നമ്മളന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇളക്കിയൊക്കെ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പൂ കുറേ ഉണ്ടായി പോയി, വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അതായത് നമ്മുടെ അഖില, ആ മുട്ടുണ്ടായി കിടന്ന അഖില വിരിഞ്ഞതാണ്. വിരിഞ്ഞ് പോയി ഒരു പൂ ഉണ്ടായത് അത് എടുത്തായിരുന്നു. ഇവിടെ യെല്ലോ പിയോണി പൂ ഉണ്ടായി, അതും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ കമേലിയ അല്ല അമേരി പിയോണി പൂ ഉണ്ടായിരിക്കുന്നു. ഇതിവിടെ ഗ്രീൻ ആപ്പിൾ പൂ ഉണ്ടായി കിടക്കണു. അതിനകത്ത് മുട്ടുണ്ട്. ഇതാണ് ആ മുട്ടായിട്ട് ഞാൻ കാണിച്ചതായിരുന്നു, മുട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിനകത്ത് മുട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ പോകാകുമ്പോൾ കറക്റ്റ് പറയാം. ഇത് ലിയാങ്ലിയിൽ ഇതേ മുട്ട് വന്നിട്ടുണ്ട്. ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ്. അവിടെ റെഡ് ഫിലിപ്പിൽ ഇതേ മുട്ട് വന്നിട്ടുണ്ട്. റെഡ് ഫിലിപ്പ് മുട്ട് വന്ന് കിടക്കുന്നതാണ്. ഇത് യെല്ലോ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജിങ്ഫുവ റിപ്പോർട്ട് ചെയ്താണ്, അത് കയറി വരുന്നേ ഉള്ളൂ. അതിലെ പൂ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം അതിൻ്റെ പൂവ്. അത് കഴിഞ്ഞ് ഈ സൈഡ് വരികയാണെങ്കിൽ ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡ് മുട്ട് വിരിയാറായിട്ടുണ്ട്. നാളെ കഴിഞ്ഞത്തേക്ക് പിങ്ക് ക്ലൗഡിൽ മുട്ട് വിരിയും. ഇതൊക്കെ പറിച്ചിട്ടത് ഈ ഇലകൾ വരുന്നതെല്ലാം ഇനി മുട്ട് വരേണ്ടതാണ്. 2 ഇല വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് മുട്ട് വരും. ഇതിനകത്ത് ഗ്രീൻ ആപ്പിളിൽ തന്നെ മുട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നുണ്ട് മുട്ട്, 2 മുട്ടുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഇനി ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇതിൽ മൊത്തം പൂ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പൂവ് എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതിൻ്റെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അപ്ഡേറ്റ്. പൂവുണ്ടായി കിടക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരുപാട് പൂവുണ്ടായിരിക്കുന്ന ഒരു ഇനം കൂടെയാണിത്, അമേരി പിയോണി. ഇവിടെ ഇതിലൊക്കെ വരും, നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. ഇത് തന്നെ വിരിഞ്ഞതായതുകൊണ്ടാണ്. ഇതവിടെ വെള്ള വിരിയാറായിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം വിരിഞ്ഞ്. ചില പൂക്കൾക്കൊക്കെ വിരിയാൻ ചെറിയ മടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വൃത്തി കൊടുക്കേണ്ട വരും അതിനൊക്കെ. ആ ശാത്തിയും വിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് 2 ദിവസം കഴിയുമ്പോൾ കളർ ഇങ്ങനെ ആവും. ഇതിന് വാടി കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതിനകത്ത് കാ പിടിക്കില്ല, ജസ്റ്റ് പൂവുണ്ടാവുള്ളൂ. എപ്പോഴും പൂവുണ്ടാവും. ഓരോ ഇലയ്ക്ക്, ഈ ഇലയ്ക്ക് ഓരോ ഇലയ്ക്കെന്ന് പറഞ്ഞ പോലെ മുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അടുത്ത് ഇവിടെ തന്നെ അടുത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിയാങ്ലി തീരെ ചെറിയ പൂവാണ്. അത്യാവശ്യം ഒരുപാട് എണ്ണം ഉണ്ടാവുന്ന കൗണ്ട് വരുന്ന പൂവാണ് ലിയാങ്ലിയുടെ. മിനിയേച്ചറാണ്, ചെറിയ ബൗളിലൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ലിയാങ്ലിയുടെ. ഇത് റെഡ് ഫിലിപ്പാണ്. ഒരു 5-6 പൂവുണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂവാണ്. ഇത് 2 മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഓരോ ഇലയിൽ ഓരോ മുട്ടെന്ന് പറഞ്ഞാൽ 4-5 പൂവുണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ റെഡ് ഫിലിപ്പിനൊന്നും പിന്നെ പൂവുണ്ടാവില്ല. നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യണ സമയത്ത് നമുക്ക് 2-3 ട്യൂബർ ഉണ്ടാവും. ട്യൂബറാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുട്ട് ജസ്റ്റ് കിള്ളി കളഞ്ഞാൽ മതി. 2-3 മുട്ട് കഴിയുമ്പോൾ തന്നെ പിന്നെ അത് വളർച്ച നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹെവി വലിയ ട്യൂബർ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ പിന്നെ സുന്ദരി ഇവിടെ പൂവായിട്ടുണ്ട്. അഡീനത്തിൻ്റെ ഫുൾ റെഡ് വെറൈറ്റിയാണിത്. ബഡാണ്, നമുക്ക് എപ്പോഴും പൂവുണ്ടാവുന്നൊരു ഇതാണ്. കണ്ടാൽ നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന റെഡ് അഡീനത്തിൻ്റെയാണ്.